കൂടി സ്വാഗതം. പ്ലസ് ടു കഴിഞ്ഞ് എന്തെങ്കിലും പഠിക്കണം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം കേൾക്കുന്നത് സാധാരണ ഡിഗ്രിക്ക് പോയിട്ട് കാര്യമില്ല, സാധാരണ ഡിഗ്രി അതിന് പോണ്ട, മറ്റെന്തെങ്കിലും പഠിക്കാം എന്നൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ സാധാരണ ഡിഗ്രി അത്രയ്ക്ക് മോശക്കാരനാണ്. സാധാരണ ഡിഗ്രിക്ക് പോയിട്ട് ഒരു കാര്യമില്ല. എന്താണ് ഈ സാധാരണ ഡിഗ്രി? അല്ലെങ്കിൽ ഡിഗ്രികൾ എങ്ങനെയാണ് സാധാരണ ഡിഗ്രിയും മറ്റൊരു ഡിഗ്രിയും വേറൊരു ടൈപ്പിലുള്ള ഡിഗ്രിയായിട്ട് രണ്ട് ഡിഗ്രികളായിട്ട് നമ്മൾ വേർതിരിക്കുന്നത്? ഇപ്പൊ സാധാരണ ഡിഗ്രിക്ക് നമ്മൾ ചേർന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ സാധാരണ ഡിഗ്രി എന്ന് പറയുന്ന ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ആളുകൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം എന്ന കാര്യത്തെ കുറിച്ചൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ, ചാനലിൽ കയറുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ മുഴുവനായിട്ടും കാണാം. പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് മുന്നോട്ട് പഠിക്കാൻ നിൽക്കുന്നവരും ഇപ്പോ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവരും എല്ലാവരും ഈ വീഡിയോ കമ്പൽസറി ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പൊ സാധാരണ ഡിഗ്രി എന്താണ് സാധാരണ ഡിഗ്രി? അപ്പൊ സാധാരണ ഡിഗ്രി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എനിക്ക് തോന്നുന്നത് രണ്ട് തരത്തിലുള്ള ബിരുദ പഠനങ്ങളുണ്ട്. ബിരുദ പഠനങ്ങൾ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയെ പരിചയപ്പെടുത്തുന്ന, ഏതെങ്കിലും ഒരു തൊഴിൽ കൂടെ അല്ലെങ്കിൽ തൊഴിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന പ്രൊഫഷണൽ ഡിഗ്രികൾ. ഒപ്പം തന്നെ ഏതെങ്കിലും മേഖലയിലുള്ള നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുന്ന, ഏതെങ്കിലും മേഖലയിൽ നിങ്ങളെ എക്സ്പേർട്ട് ആക്കി മാറ്റുന്ന, അല്ലെങ്കിൽ ആ അറിവ് കൂടുതലായിട്ട് ആ മേഖലയെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന അക്കാദമിക്കൽ ഡിഗ്രികൾ, നമുക്ക് അങ്ങനെ പറയാം. അക്കാദമിക് ഡിഗ്രികളും പ്രൊഫഷണൽ ഡിഗ്രികളുമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ബിരുദ പഠനത്തെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് അക്കാദമിക്കൽ ഡിഗ്രി? നമ്മൾ സാധാരണ ഡിഗ്രി എന്ന ഓൻ പേര് വിട്ടിരിക്കുന്ന ഡിഗ്രികൾ ഏതൊക്കെയാണ്? ഇപ്പോ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ BSc, BSc ആണ് അതിന്റെ സാധാരണ ഡിഗ്രി എന്ന് പറയുന്നത്. BSc ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി. BSc ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, മാത്സ്. പിന്നെ മൈക്രോബയോളജി, ബയോ കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞ് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ കുറച്ച് ഡെറിവേറ്റീവ്സ് വരുന്ന കുറച്ച് കോഴ്സുകൾ. ഇങ്ങനെ ഒരു 4-5 കോഴ്സുകളാണ് ഈ സാധാരണ ഡിഗ്രികൾ എന്ന് പറയുന്ന സയൻസ് വിഭാഗം. ബികോമും BBA ആണ്. ബികോം, BBA ഈ രണ്ട് കോഴ്സുകളുമാണ് കൊമേഴ്സുമായി ബന്ധപ്പെട്ട സാധാരണ കോഴ്സുകൾ എന്നറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഭാഷാ പഠനങ്ങളുണ്ട്. BA മലയാളം, BA ഇംഗ്ലീഷ്, BA ഹിന്ദി, അതുപോലെ സംസ്കൃത് എന്നൊക്കെ തുടങ്ങിയിട്ട് ഭാഷയിലുള്ള കുറച്ച് ആർട്സ് കോഴ്സുകൾ. അത് കഴിഞ്ഞ് ഹിസ്റ്ററി, ജിയോഗ്രഫി, സോഷ്യോളജി, ഇക്കണോമിക്സ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കുറെ ആർട്സ് കോഴ്സുകൾ. ഇതൊക്കെയാണ് സാധാരണ ഡിഗ്രികൾ എന്ന് നമ്മൾ പറയുന്നത്. കേരളത്തിൽ നിലവിലുള്ള ബിരുദ പഠന സാധ്യതകളിൽ 65% സീറ്റുകളും ഈ പറയുന്ന കോഴ്സുകളിൽ പെട്ടതാണ്. കേരളത്തിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുട്ടികളിൽ 65% പഠിക്കുന്നത് തന്നെയാണ്. കേരളത്തിൽ ഇന്ന് പഠിക്കുന്ന കുട്ടികളിൽ 65%, ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 65% കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും കോഴ്സുകളാണ്. എന്താണ് ഈ കോഴ്സുകൾ ഇങ്ങനെ നിറമങ്ങി പോകാനുള്ള കാരണം? എന്താണ് ആളുകൾ ഇതിന് എതിരഭിപ്രായം പറയാനുള്ള കാരണം? എന്താണ് ഒന്നും ചിന്തിക്കാതെ അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ സാധാരണ ഡിഗ്രിക്ക് വിടണ്ട എന്ന് ആളുകൾ, ഇത് ഈ മേഖലയിലുള്ള ആളുകൾ പറയാൻ അല്ലെങ്കിൽ പഠിക്കുന്ന ആളുകൾ പറയാനൊക്കെ എന്താണ് കാരണം? വളരെ സിമ്പിൾ ആണ്. കാരണം ഇത് അക്കാദമിക്കൽ ഡിഗ്രി ആണ് എന്ന് തന്നെയാണ്. അതായത് ഒരു തൊഴിൽ മേഖലയ്ക്കും എൻട്രി തരാത്ത, ഒരു തൊഴിൽ മേഖലയും നമ്മൾ പരിചയപ്പെടുത്താത്ത, ഒരു തൊഴിലിലേക്ക് പഠിത്തം കഴിഞ്ഞ് ഈ പഠനത്തിന് ശേഷം ഒരു തൊഴിൽ സ്ഥാപനത്തിലേക്ക് കയറാനുള്ള യോഗ്യത തരാത്ത കോഴ്സുകളാണ് സത്യം പറഞ്ഞാൽ ഇവയല്ല. ഇത് പഠിക്കുന്ന കുട്ടികൾ വളരെ മാർക്കുള്ളവരാണ്. അല്ലെങ്കിൽ ഇത് നിലവിലുള്ള കോളേജുകളിൽ ഈ പല കോഴ്സുകളും കിട്ടാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടണം. എൻട്രൻസുകൾ വരെ എഴുതിയിട്ട് കിട്ടേണ്ട കോഴ്സുകൾ ചില സ്ഥലങ്ങളിൽ ഈ കോഴ്സുകൾക്കുണ്ട്. അല്ലെങ്കിൽ ഇതിൽ ചില സയൻസ് കഴിഞ്ഞിട്ടുള്ള BSc കെമിസ്ട്രി, ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞ കോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ജില്ല വിട്ട് മറ്റു ജില്ലകളിൽ പോയിട്ട് ഹോസ്റ്റലുകളിൽ താമസിച്ച് നമ്മൾ മാനേജ്മെന്റ് സീറ്റുകൾക്ക് വേണ്ടി കുറെ പുറകെ നടന്ന് സീറ്റൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ പലപ്പോഴും ചേരാറ്. പഠിക്കാൻ വളരെ ഹെവി ആയിട്ടുള്ള സിലബസ് ഉണ്ട്, വളരെ വലിയ സിലബസ് ഉണ്ട്. നല്ലൊരു പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം പഠിച്ചെടുക്കാൻ പറ്റുന്ന സിലബസ് ഉള്ള കോഴ്സുകളാണ് ഇതിൽ പലതും. പക്ഷേ നമ്മൾ പറയുന്നു സാധാരണ ഡിഗ്രി മോശമാണ്. കാരണം ഒന്നേ ഉള്ളൂ, ഒരു തൊഴിൽ മേഖലയെ ഇത് പരിചയപ്പെടുത്തുന്നില്ല എന്നതാണ് ഇതിന്റെ കാരണം. അപ്പോ ഈ ഡിഗ്രികളുടെ പരിമിതികൾ എന്താണ് അല്ലെങ്കിൽ അവസരങ്ങൾ എന്താണ് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം അവസരങ്ങളെ കുറിച്ച്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച്, ആദ്യം അവസരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. ഞാൻ ഈ കൂട്ടത്തിൽ നിന്ന് ബികോമിനെയും BBAയും എടുത്ത് മാറ്റി വെക്കുകയാണ്. ഈ ബികോമും BBAയും ഒരേ സമയം അതൊരു അക്കാദമിക്കൽ കോഴ്സും ഒരു പ്രൊഫഷണൽ കോഴ്സുമാണ്. അല്ലെങ്കിൽ ബികോം BBAയും മോർ ഓവർ അക്കാദമിക് കോഴ്സിനേക്കാൾ മാറി നിൽക്കുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ് എന്ന് തന്നെ പറയാം. നമുക്ക് BBAയും ബികോമിനെയും നമുക്ക് മാറ്റി നിർത്താം. ബാക്കി കോഴ്സുകളുടെ അവസരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. BSc
ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബോട്ടണി, BSc ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, മാത്തമാറ്റിക്സ്, ബയോ കെമിസ്ട്രി, ബയോടെക്നോളജി എന്ന് തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ. BA ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, സംസ്കൃത് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഭാഷാ കോഴ്സുകൾ. ഒപ്പം തന്നെ BA ഹിസ്റ്ററി, ജിയോഗ്രഫി, സോഷ്യോളജി, എക്കണോമിക്സ് എന്നൊക്കെ തുടങ്ങുന്ന മറ്റു കോഴ്സുകൾ. ഈ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത സ്റ്റെപ്പ് ഇതിന്റെ PG ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഈ കോഴ്സുകൾ ഒരു തൊഴിൽ മേഖലയിലേക്കുമുള്ള എൻട്രി നമുക്ക് ഈ കോഴ്സ് കഴിഞ്ഞിറങ്ങുന്നതോടുകൂടി ഇന്ന തൊഴിൽ മേഖല ചെയ്യാൻ, ഇന്ന തൊഴിൽ ചെയ്യാൻ ഞാൻ യോഗ്യനായി എന്ന് പറയാൻ പറ്റുന്ന ഒരു മേഖലയും ഇല്ല. ഓക്കെ, ഒരു മേഖല ഒഴികെ ആ മേഖല ടീച്ചറുടേതാണ്. ഓക്കെ, നിങ്ങൾക്കൊരു ബയോളജി ടീച്ചറോ, നിങ്ങൾക്കൊരു കെമിസ്ട്രി ടീച്ചറോ, നിങ്ങൾക്കൊരു ഇംഗ്ലീഷ് ടീച്ചറോ, നിങ്ങൾക്കൊരു സോഷ്യോളജിന്റെയോ ഇക്കണോമിക്സിന്റെയോ ടീച്ചർ ആവണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഫിസിക്സോ കെമിസ്ട്രിയോ BA പഠിക്കുകയും പിന്നീട് അതിന്റെ PG പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുകയും അതിൽ എഡ്യൂക്കേഷൻ B.Ed ചെയ്യുകയും ഒരു എക്സാം സെറ്റ് പോലെയുള്ള ഒരു ക്വാളിഫയിങ് എക്സാം, സെറ്റ്, ടെറ്റ് എന്നൊക്കെ, നെറ്റ് എന്നൊക്കെ തുടങ്ങുന്ന ഒരു ക്വാളിഫൈഡ് എക്സാം പാസ്സാവുകയും അത് കഴിഞ്ഞ് സർക്കാർ നടത്തുന്ന ഒരു PSC എഴുതുകയും ആ PSCയിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയും റാങ്ക് ലിസ്റ്റിൽ വരികയും ആ റാങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും ടോപ്പിലുള്ള റാങ്കിൽ നിങ്ങൾ വരികയും നിങ്ങൾക്ക് പോസ്റ്റിംഗ് നേടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും സുഖമുള്ള അല്ലെങ്കിൽ നല്ല സാലറി ഉള്ള സ്വന്തം നാട്ടിൽ ചെയ്യാവുന്ന ഏറ്റവും സേഫ് ആയിട്ടുള്ള ആളുകൾ വളരെ ഡ്രീംഫുൾ ആയിട്ട് കാണുന്ന ഒരു ടീച്ചറിന്റെ കരിയറിലേക്ക് നിങ്ങൾ എത്തും. നല്ല സാലറി ഉണ്ടാവും, സ്വന്തം നാട്ടിലായിരിക്കും, ഹെവി ആയിട്ടുള്ള ലോഡ് ഉണ്ടാവില്ല എന്നൊക്കെ തുടങ്ങി നല്ല സുഖം എന്ന് ആളുകൾ കരുതുന്ന ആ ഒരു മേഖലയിലേക്ക് നിങ്ങൾ എത്തും. ഓക്കെ, ആ മേഖലയിലേക്ക് പോവാൻ വേണ്ടിയിട്ട് ഈ ലെവലിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകണം. അത് ഈ മേഖല നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ജോലി സാധ്യതയാണ്. ഓക്കെ, ഇതിലേക്ക് എത്തിപ്പെടാനുള്ള ലെങ്തും ഇതിലേക്ക് എത്തിപ്പെടുന്ന ആളുകളുടെ എണ്ണവും അല്ലെങ്കിൽ ഇതിലുള്ള പിന്നീട് ഓരോ തവണയും വരുന്ന കോമ്പറ്റീഷനിൽ നിങ്ങൾ ഫിൽട്ടർ ചെയ്ത് ബാക്കോട്ട് പോകാനുള്ള സാധ്യതയുള്ളതും ഒക്കെയാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അതായത് ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫിസിക്സ് പഠിക്കുന്ന ഒരാള് MScക്ക് പോകുമ്പോൾ തന്നെ BSc ഫിസിക്സ് കഴിഞ്ഞ് MSc ഫിസിക്സിന് പോകുമ്പോൾ തന്നെ അതിന്റെ BSc ഡിഗ്രി ടു PG റേഷ്യോ എന്ന് പറയുന്നത് 5:1 ആണ്. ഡിഗ്രി ടു PG റേഷ്യോ എന്ന് പറഞ്ഞാൽ 5 കുട്ടികൾ BSc പഠിച്ചാൽ ഒരു MSc സീറ്റ് മാത്രമേ നൽകാനുള്ളൂ. 5 BSc സീറ്റിന് ഈക്വൽ ആയിട്ട് നമുക്കുള്ളത് ഒരു MScയുടെ സീറ്റാണ്. അപ്പൊ ആ MSc സീറ്റിന് വേണ്ടിയിട്ട് ഒരു വലിയ കോമ്പറ്റീഷൻ നടക്കുന്നു. നല്ല മാർക്കുള്ള ഒരു കുട്ടി സെലക്ട് ചെയ്യപ്പെടുന്നു, 4 കുട്ടികൾ പിന്തള്ളപ്പെടുന്നു. രണ്ടാമത് ഈ MSc കഴിഞ്ഞ് ഒരു ക്വാളിഫയിങ് എക്സാമും കഴിഞ്ഞ് നിങ്ങൾ PSCക്ക് പോകുമ്പോൾ, MSc കഴിഞ്ഞ് B.Ed കഴിഞ്ഞ് PSCക്ക് പോകുമ്പോൾ അവിടെയും ഇതിന്റെ ഒരു ഫിൽട്രേഷൻ എന്ന് പറയുന്നത് 200-1 200 കുട്ടികള് MSc ഫിസിക്സ് കഴിയുമ്പോൾ അതില് ടീച്ചർ ആയിട്ടുള്ള ആ പ്രൊഫഷനിലേക്ക് നല്ല സാലറി കിട്ടുന്ന പ്രൈവറ്റ് മേഖലയെ കുറിച്ചല്ല, നല്ല സാലറി കിട്ടുന്ന ഗവൺമെന്റ് മേഖലയിലുള്ള ഒരു ടീച്ചർ ആവുന്നത് 200-1 എന്നാണ് കണക്ക്. അപ്പൊ അതിന്റെ റിസ്ക് എലമെന്റ് വളരെ വളരെ വലുതാണ്. നിങ്ങൾ ഫിസിക്സ് BSc ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കൊരു ടീച്ചർ ആവണം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ BSc നന്നായിട്ട് പഠിക്കണം, നിങ്ങൾക്ക് MSc കിട്ടണം. നിങ്ങൾ MSc നന്നായിട്ട് പഠിക്കണം. MSc നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് നെറ്റോ സെറ്റോ ഒക്കെ യോഗ്യത നേടാൻ പറ്റും. അതിന് പിന്നീട് ഒരു പരീക്ഷയാണ്. 1-2 തവണകൾ, ഒരു വർഷം തന്നെ സ്പെൻഡ് ചെയ്തിട്ട് 1-2 തവണകൾ കൊണ്ടായിരിക്കും നിങ്ങൾ MSc കഴിഞ്ഞിട്ട് സെറ്റോ നെറ്റോ യോഗ്യത നേടുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ B.Edന് പോകുന്നു. അത് കഴിഞ്ഞിട്ട് PSCക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു. വളരെ ഹൈ ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആണ്. ഒരു ഫിസിക്സ് ടീച്ചറുടെ HSA അല്ലെങ്കിൽ HSST ഒക്കെ നടക്കുമ്പോൾ അറിയാം, നിങ്ങൾ ഒരു 200-1 കറക്റ്റ് ആയിട്ട് പോസ്റ്റിംഗ് കിട്ടിപ്പോകുന്നു. ഫിസിക്സ് മൊത്തം B.Ed കഴിഞ്ഞാൽ 200 യഥാർത്ഥത്തിൽ ഗവൺമെന്റ്. അപ്പൊ 199 പേരും മറ്റു മേഖലയിലേക്കും മറ്റ് തൊഴിൽ മേഖലയിലേക്കും തിരിയേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അപ്പൊ അത് ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു മേഖലയാണ്. ഇങ്ങനെ തുടർന്ന് പഠിച്ചു പോയിട്ട് ടീച്ചർ ആവുക എന്നുള്ളത്. ആ മേഖലയാണ് യഥാർത്ഥത്തിൽ ഓപ്പൺ ആയി നിൽക്കുന്ന ഒരു തൊഴിൽ മേഖല. നിങ്ങൾക്ക് മാത്രമായിട്ട് ഫിസിക്സ് പഠിച്ച നിങ്ങൾക്ക് മാത്രമായിട്ട് ഓപ്പൺ ആയി നിൽക്കുന്ന ഒരു തൊഴിൽ മേഖല അതാണ്. കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ എവിടെയൊക്കെയോ 1-2 കെമിസ്റ്റ് എന്ന് പറയുന്ന ആളുകൾ വേണം. കെമിസ്ട്രി പഠിച്ച BSc കെമിസ്ട്രി പഠിച്ച അല്ലെങ്കിൽ MSc കെമിസ്ട്രി പഠിച്ച 1-2 ആളുകളെ, വളരെ ചുരുങ്ങിയതാണത്. ഈ ടീച്ചർ അല്ലാതെ മറ്റു മേഖലയിൽ 1-2-3 ആളുകളെയൊക്കെ ഈ വാട്ടർ അതോറിറ്റി അതുപോലെ മിൽമ പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ കെമിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വേണം. കുറവാണ്.
അതിന് ഇൻഡസ്ട്രിയൽ മേഖലയിലേക്കും കെമിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്, പക്ഷെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് അതിന്റെ കെമിസ്ട്രി മാത്രം പഠിച്ച ആളുകൾ ഉണ്ടാവും. അവർക്കാണ് പിന്നെയും സാധ്യതകൾ ഉള്ളത്. എങ്കിലും കെമിസ്ട്രിക്ക് കുറച്ചുകൂടി ഒരു ഓപ്പർച്യൂണിറ്റി ഈ കെമിസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും പോകാനുണ്ട്. മാത്തമാറ്റിക്സിനും ഫിസിക്സിനും സുവോളജിക്കും ബോട്ടണിക്കും ഒക്കെ ഇത് എന്ന് പറയുന്നത് ഈ തൊഴിൽ മേഖല ഓപ്പൺ ആവുന്ന ഒരു തൊഴിൽ മേഖല മാത്രമേ ഉള്ളൂ, അത് ടീച്ചറാണ്. കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ ഒരു കെമിസ്റ്റ് എവിടെയെങ്കിലൊക്കെ കെമിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് BSc കെമിസ്ട്രിക്കാരെ മാത്രം തിരഞ്ഞെടുത്ത് വിളിക്കാറുണ്ട്. അപ്പോൾ ഓപ്പൺ ആവുന്ന തൊഴിൽ മേഖലയുടെ എണ്ണം വളരെ തുച്ഛമാണ്. അപ്പോ അങ്ങനെ തൊഴിൽ മേഖലയിലേക്ക് നിങ്ങൾക്ക് എൻട്രി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്തിപ്പെടുന്നത് ജനറൽ കോമ്പറ്റീഷനിലേക്കാണ്. ഓക്കെ, ജനറൽ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾ ഫിസിക്സ് പഠിച്ചതുകൊണ്ടോ കെമിസ്ട്രി പഠിച്ചതുകൊണ്ടോ സുവോളജി പഠിച്ചതുകൊണ്ടോ ബോട്ടണി പഠിച്ചതുകൊണ്ടോ എത്തുന്ന ഒരു മേഖലയല്ല. നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞു, ഒരു നോർമൽ ഡിഗ്രി നിങ്ങൾ കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾ എത്തിപ്പെടുന്ന ജനറൽ കോമ്പറ്റീഷൻ വരുന്ന സാധാരണ PSc ജോലികൾ, ബാങ്ക് ജോലികൾ, അതുപോലെ UPSCയുടെ ടെസ്റ്റുകൾ, അങ്ങനെയുള്ള കോമ്പറ്റീഷൻ മേഖലയിലേക്ക് നിങ്ങൾ എത്തിപ്പെടും. ഓക്കെ, അവിടെ നിങ്ങൾ ഏബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ മേഖലയിൽ നിങ്ങൾക്ക് അവരുമായിട്ട് ബാക്കിയുള്ളവരുമായിട്ട് കോമ്പറ്റ് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് BCom പഠിച്ചവർ വരും, BBA പഠിച്ചവർ വരും, എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർ വരും, ഓക്കെ, അഗ്രികൾച്ചർ പഠിച്ചവർ വരും. അങ്ങനെ ബാക്കി എല്ലാ മേഖലയിലും ഡിഗ്രി കഴിഞ്ഞല്ലോ. ഇപ്പൊ നമ്മുടെ നഴ്സിംഗ് ഒരു ഡിഗ്രിയാണ്, അല്ലെങ്കിൽ ഫാർമസി ഒരു ഡിഗ്രിയാണ്. അങ്ങനെ എല്ലാ ഡിഗ്രി കഴിഞ്ഞവരും എത്തിപ്പെടുന്ന ഒരു ജനറൽ ആയിട്ട് ഏത് ഡിഗ്രി പഠിച്ചവർക്കും എഴുതാം എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിങ്ങൾ എത്തിപ്പെടും. അവിടെ നിങ്ങൾ കഴിവ് തെളിയിക്കണം, നിങ്ങൾ PSc എഴുതണം, അല്ലെങ്കിൽ UPSCയുടെ ടെസ്റ്റ് എഴുതണം, നിങ്ങൾ ബാങ്ക് ടെസ്റ്റ് എഴുതണം. ആ മേഖലയിൽ നിങ്ങൾക്ക് എത്തിപ്പെടാം. അപ്പൊ ചുരുക്കി ഞാൻ പറയുന്നത്, ഈ അക്കാദമിക് കോഴ്സുകളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ഇതേ കാര്യം തന്നെയാണ് എനിക്ക് BA മലയാളത്തിന്റെ കേസിലും, BA ഹിന്ദിയുടെ കേസിലും, BA ഇംഗ്ലീഷിന്റെ കേസിലും, സോഷ്യോളജിയുടെ കേസിലും, എക്കണോമിക്സിന്റെ കേസിലും, ഹിസ്റ്ററിയുടെ കേസിലും എല്ലാം പറയാനുള്ളത്. ഓക്കെ, BA ജേർണലിസത്തിൽ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ബാക്കി കോഴ്സുകളെ കുറിച്ചെല്ലാം ഇത് തന്നെയാണ്. ഞാൻ ഫിസിക്സിന്റെ ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിലും ഓപ്പൺ ആവുന്ന ഒരു തൊഴിൽ മേഖല, ആ മേഖലയിലെ നല്ല അറിവുള്ള ഒരാളെ ആവശ്യമുള്ളത് ടീച്ചർ ആവാനാണ്. ആ മേഖലയിൽ എനിക്ക് നല്ല അറിവുണ്ടെങ്കിൽ എനിക്ക് ടീച്ചർ ആവാൻ പോകാം. പക്ഷെ ടീച്ചർ ആവാൻ പോകാനുള്ള കടമ്പകൾ വളരെ വലുതാണ്, വലിയ ഡ്യൂറേഷനാണ്. ഓക്കെ, 17 വയസ്സിൽ +2 കഴിയുന്നു, 20 വയസ്സിൽ ഡിഗ്രി കഴിയുന്നു, 22 വയസ്സിൽ നിങ്ങൾ PG കഴിയുന്നു, 1 വർഷം നിങ്ങൾ സെറ്റോ നെറ്റോ ക്വാളിഫൈ ചെയ്യാൻ എടുക്കുന്നു, 23 വയസ്സാവുന്നു, 2 വർഷം നിങ്ങൾ BEdന് വേണ്ടിയിട്ട് എടുക്കുന്നു, നിങ്ങൾ 25 വയസ്സാവുന്നു, 26-ാം വയസ്സിലാണ് നിങ്ങൾ ഒരു PSc ആ മേഖലയിൽ ടീച്ചർ ആവാനുള്ള ഒരു PSc എഴുതാനുള്ള യോഗ്യത നിങ്ങൾക്ക് ആവുന്നത് യഥാർത്ഥത്തിൽ 25-26 വയസ്സിലാണ്. ഓക്കെ, അപ്പോ അതിനുശേഷം PSc നിങ്ങൾക്ക് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് PSc വന്നോളുന്നില്ല. 4 വർഷം 5 വർഷം കൂടുമ്പോഴാണ് ടീച്ചറുടെ PSc വിളിക്കുന്നത്. ആ PSc നിങ്ങൾ ഫസ്റ്റത്തെ ചാൻസ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 28-29 വയസ്സായേക്കാം. ഹൈ റിസ്ക് ആയിട്ടുള്ള, കിട്ടിയാൽ ഏറ്റവും നല്ല മേഖലയിലേക്ക്, ഏറ്റവും നല്ല സാധ്യത, ഏറ്റവും നല്ല സേഫ് ആയിട്ട് സ്ഥലത്തേക്ക് എത്തിപ്പെടുന്ന, പക്ഷേ എത്തിപ്പെടുന്നവരുടെ നമ്പർ വളരെ കുറവുള്ള ഒരു മേഖല നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആണ്. ഇതിലെല്ലാം ഈ അക്കാദമിക് ഡിഗ്രീസിലെല്ലാം ഓക്കെ അല്ലാത്ത ഒരു ജോലി സാധ്യതയുള്ള മേഖലകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അല്ലാതെ ഡിഗ്രി, ഏതെങ്കിലും ഡിഗ്രി കഴിഞ്ഞിട്ട് പോവാൻ വേണ്ട എല്ലാ കോഴ്സുകൾക്കും, എല്ലാ കോമ്പറ്റീഷനും, അധികം നല്ല പോസ്റ്റുകൾക്കെല്ലാം എന്തെങ്കിലും ഡിഗ്രിയാണ് വേണ്ടത്. ഇപ്പോ IASന് പോകണമെങ്കിൽ IPS, IAS ആ ലെവലിലുള്ള കോഴ്സുകൾക്ക് ഓക്കെ എല്ലാം ഏതെങ്കിലും ഡിഗ്രി മതി. ഓക്കെ, നിങ്ങൾക്ക് ബാങ്കിലെ ക്ലർക്ക് മുതൽ പ്രൊബേഷണറി ഓഫീസർ വരെ, അതിന്റെ ബ്രാഞ്ച് മാനേജർ ആ ലെവലിലേക്ക് പോകാനും ഡിഗ്രി മതി, ഏതെങ്കിലും ഡിഗ്രി മതി. PSCയുടെ ഒരുവിധം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ കോഴ്സുകൾക്കും ഏതെങ്കിലും ഡിഗ്രി മതി. അപ്പൊ ആ കോഴ്സുകൾക്കൊക്കെ പോകാൻ നിങ്ങൾക്ക് ഈ ഡിഗ്രി നിങ്ങളെ സഹായിക്കും. അപ്പൊ ഇതാണ് ഇതിലെ യഥാർത്ഥത്തിലുള്ള വസ്തുത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തൊഴിൽ മേഖലകളൊന്നും ഓപ്പൺ ആവുന്നില്ല. ഹെവി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പക്ഷെ പഠിച്ചിട്ട് നിങ്ങൾക്ക് ടാലന്റഡ് ആയിട്ട് നിങ്ങൾ ഹൈലി ആ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഒരു മത്സര പരീക്ഷ നടത്തിയാലും നിങ്ങൾ 100-ൽ 20-ന്റെ ഉള്ളിൽ നിങ്ങൾക്ക് വരാൻ കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് ഏത് പരീക്ഷ അറ്റൻഡ് ചെയ്താലും നിങ്ങൾക്ക് ഒരു 90% മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറച്ച് സമയം ഈ മേഖലയിൽ തന്നെ പഠിതാവായി തന്നെ തുടരാനുള്ള സാധ്യത നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ, കുറെ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പഠനത്തിന് വേണ്ടിയിട്ട് തന്നെ പിന്നീട് മത്സര പരീക്ഷകൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് മറ്റെല്ലാ കോഴ്സുകളെക്കാളും നല്ലത് സാധാരണ ഡിഗ്രി തന്നെയാണ്. ഇതിൽ ഞാൻ ഈ പറഞ്ഞ ക്രൈറ്റീരിയകളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ പിന്നോട്ടാണെങ്കിൽ, നിങ്ങൾ സാധാരണ ഡിഗ്രിയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് ആ മത്സരത്തിൽ അവരുമായിട്ട് ഇടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, ഓക്കെ,
നിങ്ങൾക്ക് കുറച്ച് സമയം കൂടുതൽ നാളെ കഴിഞ്ഞിറങ്ങിയപാടെ ഒരു ജോലി കിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറെ സമയം ഈ പഠിതാവായി തന്നെ പഠന മേഖലയിൽ തന്നെ കുറെ കാലം കുറച്ച് വർഷങ്ങൾ തുടരാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കോഴ്സ് ഈ പറയുന്ന സാധാരണ ഡിഗ്രി കോഴ്സുകൾ തന്നെയാണ്. ഇതിൽ നിന്ന് ഏതിലെങ്കിലും നിങ്ങൾ പിന്നോട്ടാണെങ്കിൽ, നിങ്ങൾ നന്നായി പഠിക്കാത്ത ഒരാളാണെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് മാർക്ക് കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിൽ, നിങ്ങൾ ഒരു കോമ്പറ്റീഷൻ പരീക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ഒരു ദിവസം ഒരു 7-8 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ മേഖലയിൽ നിന്ന് 21 വയസ്സാകുമ്പോഴേക്കും എനിക്കൊരു ജോലി കിട്ടണം, അതിനുശേഷമുള്ള പഠനത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ നിങ്ങൾ ഈ സാധാരണ ഡിഗ്രികളിൽ നിന്ന് നമ്മൾ വിളിക്കുന്ന ഈ അക്കാദമിക്കൽ വേ ഓഫ് ലേണിംഗിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. മറ്റെന്തെങ്കിലും കോഴ്സുകൾ കണ്ടുപിടിച്ച് നിങ്ങൾ മാറേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതാണ് ഇതിലെ യഥാർത്ഥത്തിലുള്ള സത്യം. നന്നായിട്ട് ഈ സാധാരണ ഡിഗ്രിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന, നന്നായിട്ട് പഠിച്ച് അതിന്റെ കൂടെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട്, സെറ്റിന് വേണ്ടിയിട്ട്, നെറ്റിന് വേണ്ടിയിട്ട് വരാൻ പോകുന്ന ആ മേഖലയിലെ PSCകൾക്ക് വേണ്ടിയിട്ട്, UPSCയുടെ ടെസ്റ്റിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, ഒരു PSC എക്സാം നടത്തിയാൽ അടുത്ത റാങ്കുകളിലേക്ക് വരാൻ മാത്രം നമുക്ക് അത്രയും സമയം സ്പെൻഡ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഈ സാധാരണ ഡിഗ്രികളെക്കാൾ നല്ല ഒരു ഡിഗ്രികളും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഓക്കെ, ചുരുക്കി ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇംഗ്ലീഷ് നന്നായിട്ട് BA ഇംഗ്ലീഷിന് പോകുന്ന ഒരു കുട്ടി, ഒരു ക്ലാസ്സിലെ നല്ലൊരു മാർക്കുള്ള കുട്ടി എഞ്ചിനീയറിംഗിന് പോകുന്നു, ഒരു നല്ല മാർക്കുള്ള കുട്ടി BA ഇംഗ്ലീഷിന് പോകുന്നു എന്ന് വിചാരിക്കാം. ഒരു 6 വർഷം കഴിയുമ്പോൾ ഈ BA ഇംഗ്ലീഷിന് പോയ കുട്ടി നന്നായിട്ട് BA ഇംഗ്ലീഷ് ചെയ്യുന്നു, MA ഇംഗ്ലീഷ് ചെയ്യുന്നു, B.Ed ചെയ്യുന്നു, ഓക്കെ, അല്ലെങ്കിൽ സെറ്റിനോ നെറ്റിനോ ക്വാളിഫൈ ചെയ്യുന്നു, B.Ed ചെയ്യാതെ തന്നെ നെറ്റ് എടുക്കുന്നു, ഒരു കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറായിട്ട് തിരിച്ചു വരുന്നു. ആ സമയം പിന്നെ എഞ്ചിനീയറിംഗിന് പോയ ഒരു കുട്ടി ഒരുപക്ഷെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലെ എഞ്ചിനീയർ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇവര് തമ്മിൽ ഒരു കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഹൈലി കോമ്പറ്റീഷൻ നടക്കുന്ന ഈ കാലത്ത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലെ എഞ്ചിനീയർ ആയി നിൽക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അപ്പോ ആ മേഖലയിൽ അത്രയും കോമ്പിറ്റന്റ് ആയിട്ട് തുടരാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്ന എല്ലാവർക്കും എടുക്കാൻ ഏറ്റവും നല്ലത് സാധാരണ ഡിഗ്രി തന്നെയാണ്. ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ പിന്നിലേക്കാണെന്ന് തോന്നിയാൽ നിങ്ങൾ ഈ തരത്തിലുള്ള ഡിഗ്രികളിലേക്ക് ഒരു കാരണവശാലും ചേരരുത്. നിങ്ങൾ അവയിൽ നിന്ന് ബൈ പറഞ്ഞ് പുറത്തേക്ക് വരണം. ഇനി നമ്മൾ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയ BBAയും BComനെയും കുറിച്ച് പറയാം. ഇവർ നമ്മൾ കണ്ട മറ്റ് എല്ലാ കോഴ്സുകളെക്കാളും, നമ്മൾ കണ്ട BSc കോഴ്സുകൾ, BA കോഴ്സുകളെക്കാളും തൊഴിൽ സാധ്യത, ഒരു തൊഴിൽ മേഖല നമുക്ക് ഓപ്പൺ ചെയ്തു തരുന്ന കോഴ്സുകൾ തന്നെയാണ്. ഓക്കെ, ഒരുപാട് കുട്ടികൾ അത് പഠിക്കുന്നുണ്ട്. സയൻസ് പഠിച്ചവരും കൊമേഴ്സ് പഠിച്ചവരും ഹ്യൂമാനിറ്റീസ് പഠിച്ചവരും എല്ലാം ആ മേഖലയിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് കോമ്പറ്റീഷൻ അവിടെയും ഉണ്ട്. പക്ഷേ ഈ പഠിക്കുന്നത് അക്കൗണ്ടിങ് ആയതുകൊണ്ട് തന്നെ, പഠിക്കുന്നത് കൊമേഴ്സ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു തൊഴിൽ മേഖല നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ. ഓക്കെ, മറ്റു കോഴ്സുകളെക്കാൾ നല്ലതാണ്. നിങ്ങൾ കമ്പാരിറ്റീവ്ലി നിങ്ങൾ സയൻസിൽ ഷൈൻ ചെയ്യുന്നില്ല എന്ന് തോന്നിയാൽ, സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്, സയൻസിൽ ഷൈൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ക്രൈറ്റീരിയാസ് ഇല്ല എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ കൊമേഴ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളുക. നിങ്ങൾ അവിടെ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് +2ന്റെ കൊമേഴ്സ് ബേസ് ഇല്ലാത്തവരാണ്, നിങ്ങൾക്ക് കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ ചെറുതാണെങ്കിലും എന്തെങ്കിലും ഒരു തൊഴിൽ എന്നുള്ള ലക്ഷ്യം ഈ കൊമേഴ്സ് പഠിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് കിട്ടും. കാരണം എവിടെ എന്ത് ഓപ്പൺ ചെയ്താലും അക്കൗണ്ടിങ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു കണക്ക് നോക്കുക, അല്ലെങ്കിൽ അവിടുത്തെ ഒരു മോണിറ്ററി സൈഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരാളെ സ്വാഭാവികമായിട്ടും വേണം. അതുകൊണ്ട് BBAയും BComഉം കുറച്ചൊരു പ്രൊഫഷണൽ രൂപത്തിലുള്ള പ്രൊഫഷണൽ സ്വഭാവം കാണിക്കുന്ന ഒന്നാണ്. അപ്പോ ഞാൻ ഈ സയൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്യാത്തവർക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മേഖലയാണ് BBA BCom. ഇതിനെ നമ്മൾ സാധാരണ ഡിഗ്രി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ടതില്ല. ഓക്കെ, സാധാരണ ഡിഗ്രിയിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള MBA പോലെയുള്ള, അല്ലെങ്കിൽ ആ MBA പോലെയുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആ മേഖലയിലുള്ള പ്രൊഫഷണൽസിനെ കംപ്ലീറ്റ് സൃഷ്ടിക്കുന്നത് MBAക്കാരാണല്ലോ. അപ്പൊ MBA പോലെയുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് BBAക്കും BBAയിലൂടെയും BComയിലൂടെയും നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷെ ഇതിന് കൊമേഴ്സ് ബേസ് ഇല്ലാത്തവർക്ക് പോയാൽ ഒന്ന് ആ റൂട്ടിലേക്ക് കയറി വരാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ ഈ അക്കാദമിക്കൽ സാധാരണ ഡിഗ്രികൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട ഒന്നല്ല യഥാർത്ഥത്തിൽ BBAയും BCom. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഈ കോഴ്സുകൾക്കൊക്കെ പഠിക്കുന്നവരാണ്, നമ്മൾ ഈ BA പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ BSc പഠിക്കുന്നവരാണ്, BCom പഠിക്കുന്നവരാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ അത് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സമയം വൈകിട്ടില്ല. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങളെ പ്ലാൻ ചെയ്യേണ്ട സമയമാണിത്.
ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ പറയാം, BSc ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇംഗ്ലീഷോ മലയാളമോ സോഷ്യോളജിയോ എക്കണോമിക്സോ ഒക്കെ പഠിക്കുന്ന ആള് ഷുവറായിട്ടും അവരുടെ ലൈഫിൽ അവർക്ക് ഒരു സെറ്റിൽമെന്റ് വേണമെങ്കിൽ, എവിടെയെങ്കിലും ഒന്ന് സെറ്റിൽ ആണെങ്കിൽ അവരൊരു കോമ്പറ്റീഷൻ എക്സാമിനേഷൻ ഫേസ് ചെയ്തേ ശരി മതിയാവുള്ളൂ. ആ കോമ്പറ്റീഷൻ ഒരു PSCയിലൂടെയോ ഒരു UPSC എക്സാമോ അല്ലെങ്കിൽ ഒരു നമ്മുടെ ബാങ്ക് ടെസ്റ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു കോമ്പറ്റീഷൻ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം വിൻ ചെയ്താൽ മാത്രമേ അവർ തൊഴിൽ മേഖലയിൽ എത്തിപ്പെടൂ. 100% ഉറപ്പാണ്. ഓക്കെ, ഏത് കോഴ്സ് ആണെങ്കിലും. അല്ലാതെ പ്ലേസ്മെന്റുകൾ ഗവൺമെന്റ് കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും ഏതെങ്കിലും സ്ഥാപനത്തിലേക്ക് പ്ലേസ്മെന്റ് കിട്ടുക, അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും നമുക്ക് ആ മേഖലയിൽ പ്രതീക്ഷിക്കാൻ പോലുമില്ല, ഉറപ്പായിട്ടില്ല. ഓക്കെ, അങ്ങനെയുള്ളവർ സ്വാഭാവികമായിട്ടും ഡിഗ്രി പഠനം എന്ന് പറയുന്നത് 24 മണിക്കൂർ പഠിക്കേണ്ട ഒരു സാധനമല്ല. സ്വാഭാവികമായിട്ടും പഠിക്കുന്നവർക്കോ പഠിക്കാൻ തുടങ്ങുന്നവർക്കോ അറിയാം, വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ആ പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുന്നത്. ആ സമയത്ത് ആ പഠനം പോലെ തന്നെ ഭാവിയിൽ നമ്മൾ ഫേസ് ചെയ്യാനുള്ള ആ ഒരു കോമ്പറ്റീഷന് നമ്മളെ ഫിറ്റ് ആക്കാനുള്ള പഠനങ്ങൾ വളരെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടങ്ങും. ഓക്കെ, നമ്മുടെ നാട്ടിലാണത് കുറവ്. മെട്രോസിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിഗ്രിക്ക് ചേരുന്ന ഒരു കുട്ടി ഓട്ടോമാറ്റിക്കലി അന്ന് തന്നെ UPSC ടെസ്റ്റിനോ അല്ലെങ്കിൽ IAS കോച്ചിങ്ങിനോ IPS കോച്ചിങ്ങിനോ അതുപോലെ ഒരു കോച്ചിങ്ങിനും കൂടി ചേരും. ഓക്കെ, ഒരേ സമയം നിങ്ങളുടെ ഡിഗ്രിയെയും കോമ്പറ്റീവ് എക്സാമിന് നിങ്ങളെ കോമ്പീറ്റന്റ് ആക്കുന്ന നിങ്ങളുടെ ആ കഴിവിനെയും ഒരേ സമയം കൊണ്ടുപോയിക്കോളൂ. അല്ലാതെ ഫിസിക്സ് പഠിച്ച ഒരു കുട്ടി ഫിസിക്സ് മാത്രം പരീക്ഷയ്ക്ക് എഴുതിയിട്ടല്ല ഒരു ജോലിക്ക് കയറുന്നത്. ആ കോമ്പറ്റീഷൻ എക്സാമിന്റെ സിലബസും അതിന്റെ കാര്യങ്ങളും വേറെയാണ്. അപ്പോ ഇപ്പൊ മലയാളം എക്കണോമിക്സ് പഠിക്കുന്ന ഒരു കുട്ടി എക്കണോമിക്സ് പഠിക്കുക, അത് നോർമലി ഡിഗ്രിയുടെ കാര്യങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ സെമസ്റ്ററിന് പരീക്ഷയൊക്കെ എഴുതി അങ്ങനെ പോവുക. പക്ഷെ ഒരു ദിവസം 2 മണിക്കൂർ വെച്ചിട്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ദിവസം 1 മണിക്കൂർ വെച്ചിട്ടെങ്കിലും ഡിഗ്രിക്ക് ചേരുന്ന അന്നു മുതൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞാൽ ഫേസ് ചെയ്യാൻ പോകുന്ന ആ ഒരു മേഖല ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവന്റെ ജനറൽ നോളജ് ഇംപ്രൂവ് ചെയ്യാൻ നോക്കുക, കോമ്പറ്റീഷൻ എക്സാമിന് അവനെ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നോക്കുക, അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പഠിച്ചോളുക. ഇപ്പോ മലയാളത്തിൽ PG പഠിക്കുന്ന മലയാളത്തിൽ ഡിഗ്രി എടുക്കാൻ പോകുന്ന ഒരു കുട്ടി നാളെ ഒരു ബാങ്ക് ടെസ്റ്റ് എഴുതാൻ പോയേക്കാം, അല്ലെങ്കിൽ നാളെ ഒരു PSC എക്സാമിന് പോയേക്കാം. അപ്പൊ അവനോട് ചോദിക്കുന്നത് ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ ഹിസ്റ്ററിയോ ഒക്കെ ആയിരിക്കും. അപ്പൊ എല്ലാത്തിലുള്ള അവന്റെ അറിവ് വർദ്ധിപ്പിച്ചുകൊണ്ട് അവന്റെ ഒരു മത്സര പരീക്ഷയ്ക്ക് അവനെ ഫിറ്റ് ആക്കാനുള്ള ആ ഒരു സൈഡ് മെല്ലെ മെല്ലെ ഈ 3 വർഷം കൊണ്ട് ഇംപ്രൂവ് ചെയ്തു പോവുക. നിങ്ങൾക്ക് വളരെ വലിയ റിസൾട്ട് അതുകൊണ്ട് കിട്ടും. 3 വർഷത്തിന് ശേഷം സീറോയിൽ നിന്ന് നിങ്ങൾ എന്തിനെങ്കിലും കോച്ചിങ്ങിന് പോകാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഒന്നും അല്ലാത്തൊരവസ്ഥയായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു ഡിഗ്രിക്ക് ചേരുമ്പോൾ തന്നെ ഒരു ദിവസം 1 മണിക്കൂർ വെച്ച് ആ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ, ഒരു PSCക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ UPSCക്ക് വേണ്ടിയിട്ട് ബാങ്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങളെ കൂടെ തന്നെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾ ഡിഗ്രി കഴിയുമ്പോഴേക്കും നിങ്ങൾ ഡിഗ്രിയുടെ ഒപ്പം തന്നെ അതിലും നിങ്ങൾ ഒരു ഹാഫ് ഓക്കെ ആയിട്ട് നിൽക്കുമായിരിക്കും, ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും. പിന്നീട് അതിനൊന്നും കുറച്ച് സമയം എടുത്തിട്ട് ഒന്ന് മോഡിഫൈ ചെയ്താൽ മതി, നിങ്ങളൊരു എക്സാമിന് ഓക്കെ. അതുപോലെ തന്നെ കൊമേഴ്സ് പഠിക്കുന്നവര് ഒരുപാട് ആളുകൾ കൊമേഴ്സ് പഠിക്കുന്നുണ്ട്. BCom BBA പഠിക്കുന്ന ആളുകൾ വളരെ വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു കോളേജിൽ നമ്മുടെ നാട്ടിൽ 1-2 കോളേജിൽ സയൻസിലെ ഡിഗ്രി ഉള്ളപ്പോ ഇഷ്ടം പോലെ കോളേജുകളിൽ നമുക്ക് BBA BCom കാണാൻ പറ്റും. പാരലൽ കോളേജുകളും ഗവൺമെന്റ് കോളേജുകളും ഫ്രീലാൻസ് ആയിട്ട് പഠിക്കുന്നവർ, കറസ്പോണ്ടൻസ് അങ്ങനെയൊക്കെ പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഓക്കെ, അപ്പൊ ഇവരുടെ കൂടെ നിൽക്കണമെങ്കിൽ ഈ പറയുന്ന കോമ്പറ്റീഷൻ എക്സാമിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ, അതല്ല നിങ്ങൾ അക്കൗണ്ടിംഗ് മേഖലയിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലെ മാനേജറിയൽ മേഖലയിലേക്ക് നിങ്ങൾ MBA ഒക്കെ എടുത്തിട്ട് കയറാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് നല്ലോണം ക്ലിയർ ചെയ്യാം. ഒപ്പം തന്നെ പ്രൊഫഷണൽ ആയിട്ട് ഒരു അക്കൗണ്ടിംഗ് കോഴ്സ് BComന്റെ കൂടെ കമ്പൽസറി ആയിട്ട് പഠിക്കും. BComന്റെ കൂടെ ഇംഗ്ലീഷും ടാലി പോലെയുള്ള ഒരു അക്കൗണ്ടിംഗ് കോഴ്സും പഠിക്കാത്തവനെ ഒരു കാര്യമില്ല. കാരണം ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് ജോലി തരില്ല. നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റും വേണ്ട. നിങ്ങൾക്ക് ആ മേഖലയിൽ നിങ്ങൾക്ക് കഴിവുണ്ട് നമുക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണെന്ന് പറയാനുള്ളത്. നിങ്ങൾ സാധാരണ ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ ആ ഡിഗ്രി ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം ഫ്രീ ഉണ്ട്, ഒരു സംശയവുമില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം ഫ്രീ ഉണ്ട്. നിങ്ങൾ ആ ഡിഗ്രി പഠിക്കുന്നതിന്റെ കൂടെ തന്നെ 365 ദിവസവും 1 മണിക്കൂറെങ്കിലും വെച്ച് നിങ്ങളുടെ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുന്ന, നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് നിങ്ങളെ പ്രാപ്തനാക്കുന്ന ഒരു മേഖലയിൽ കോച്ചിങ്ങിന് ചേർന്നിട്ടോ ഓൺലൈൻ ക്ലാസ് ആയിട്ടോ അല്ലെങ്കിൽ ബുക്ക് വാങ്ങി പ്രിപ്പയർ ചെയ്തിട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മണിക്കൂർ പഠിച്ചുകൊണ്ടിരിക്കുക. BCom പഠിക്കുന്ന കുട്ടികൾ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പഠിക്കുക. ഒപ്പം അക്കൗണ്ടിങ്ങിനും ഇന്ത്യൻ അക്കൗണ്ടിങ്ങിലും ഫോറിൻ അക്കൗണ്ടിങ്ങിലും ഒക്കെ ടാലി പോലെയുള്ള ഏതെങ്കിലും ഒരു കോഴ്സുകൾ പഠിക്കുക. പറ്റുമെങ്കിൽ 1 മണിക്കൂറൊക്കെ അവസാന വർഷമൊക്കെ ആകുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പോയിട്ട് പ്രൊഫഷണൽ ആയിട്ട് അക്കൗണ്ടിങ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു ട്രെയിനി ആയിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇതെന്താണ് പ്രൊഫഷണലി ചെയ്യുന്നത് എന്ന് നിങ്ങൾ പഠിക്കാൻ നോക്കുക. ഇല്ലാതെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഇത്രയും വലിയ സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങളെ അവരെ ഏൽപ്പിച്ച് മാറി നിൽക്കില്ല. അപ്പൊ ഈ മേഖലയിൽ അത്രയും വലിയ കോമ്പറ്റീഷൻ ഉണ്ട്.
ഓക്കെ, അപ്പോ ഇതാണ് സാധാരണ ഡിഗ്രിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയുന്നതാണ് വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരുപാട് പരിമിതികളുള്ള ഒരു മേഖലയാണ് ഈ അക്കാദമിക്കൽ ഡിഗ്രികൾ. അപ്പൊ അതിൽ പോകുന്നവര് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ മറക്കാതെ അത് നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓരോ മേഖലയിലും ഇപ്പൊ സയൻസ് പഠിച്ചവർക്കും കൊമേഴ്സ് പഠിച്ചവർക്കും ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്കും ഒക്കെയുള്ള ഏറ്റവും തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകളെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നന്ദി.